ഡ്രാഗൺ നമ്മുടെ പ്രദീപ് രംഗനാഥന്റെ ഡ്രാഗൺ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഈ അടുത്ത കാലത്ത് തമിഴിൽ ഇറങ്ങിയ കിഡിലം പടമാണ്, അതേപോലെ തന്നെ മൗണ്ട് എവറസ്റ്റ് പടമാണ് എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും ഹൈ എക്സ്പെക്ടേഷനിൽ കണ്ടിട്ട് പോലും വർത്ത് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പൊ കുറെ എണ്ണം വന്നിട്ട് പറയാം തിയേറ്ററിൽ പോയിട്ട് എന്താ കാണാത്തത്, ഈ നേരത്താണോ കാണുന്നത്, OTT-യിലാണോ കാണുന്നത്. സോ ഇഫ് യു ഹാവ് മണി, ഇഫ് യു ഹാവ് ടൈം, യു ബെറ്റർ ഗോ ആൻഡ് വാച്ച്. ഞാൻ എപ്പോ കാണണം, എങ്ങനെ കാണണം എന്നൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. OTT മീൻ വിൽക്കാൻ വെച്ചിരിക്കുന്നൊന്നും അല്ലല്ലോ, ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള തന്നെയല്ലേ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, സിനിമ പറയുന്ന സാധനം എനിക്ക് ലക്സുറിയാണ്. എല്ലാ പടവും തിയേറ്ററിൽ പോയി കാണാനുള്ള സമയവും പൈസ എനിക്കില്ല. സോ ഞാൻ OTT ഡിപ്പെൻഡ് ചെയ്യുന്നു. 2.5 മണിക്കൂറിന്റെ നമുക്ക് ഈ സ്ട്രെസ് ഒക്കെ കളയാൻ വേണ്ടി കാണാൻ പറ്റുന്ന പ്യുവർ എന്റർടൈൻമെന്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രം ദ ഫസ്റ്റ് ടു ദ ലാസ്റ്റ് ഫ്ലാഗ് ഒന്നും തോന്നില്ല. ദിസ് മൂവി ഈസ് എ പെർഫെക്റ്റ് മിക്സ് ഓഫ് ഇമോഷണൽ സീൻസ്, അതേപോലെ റൊമാൻസ് സീൻസ്, കോമഡി സീൻസ്, അതുപോലെ ലാസ്റ്റ് കുറച്ച് മെസ്സേജസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ കുക്കിന്റെ പെർഫെക്റ്റ് റേഷ്യോ പറയല്ലേ, ഒരു തുള്ളി കൂടുതലോ ഒരു തുള്ളി കുറവായിട്ടോ തോന്നില്ല. നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന പടം. സോ ഇതിൽ എന്താ 1-2 കിസ്സിംഗ് സീന് മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പേരൻസ് ആയിട്ട് എന്തായാലും ഇരുന്ന് കാണേണ്ട പടം എന്നേ ഞാൻ പറയുള്ളൂ. ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ ലാസ്റ്റ് നമുക്ക് കിട്ടും. സോ ഇത്രയും പേര് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ സിനിമയിലെ ഷോ സ്റ്റീലർ ആയിട്ട് തോന്നിയത് മിഷ്കിന്റെ ക്യാരക്ടറാണ്. ആൾ ആദ്യം ഒരു ഇൻട്രോ തരുന്നുണ്ട്, പിന്നെ സെക്കൻഡ് ഹാഫിൽ ആളുടെ ഒരു റീ ഇൻട്രോ ഉണ്ട്. അത് കിഡിലനായിരുന്നു, നന്നായിട്ട് തന്നെ ആൾ പെർഫോം ചെയ്യുന്നുണ്ട്. പ്രദീപിന്റെ ലവ് ടുഡേ വെച്ച് നോക്കുമ്പോൾ ദിസ് മൂവി ഈസ് ഫാർ ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അനുപമയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതിൽ. ഇവൻ ദോ കയാദു ഉണ്ടെങ്കിൽ പോലും അനുപമ വേറെ ലെവലായിരുന്നു. കയാദു ഷീ ലുക്സ് ഡാം ബ്യൂട്ടിഫുൾ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസ് അനുപമയെ അടിക്കാനൊന്നും പറ്റില്ല. ഇതിൽ എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി എല്ലാ റൊമാൻസ് പടത്തിൽ പെണ്ണുങ്ങൾ തേച്ചിട്ട് പോകുമ്പോൾ നമ്മൾ അവരെ കുറ്റമല്ല. പക്ഷെ ഇതില് അനുപമ എന്തേ വൈകി ചെയ്യാൻ അങ്ങനെ തോന്നുന്നു നമുക്ക്. ഇതില് നമ്മുടെ പ്രദീപിന്റെ ക്യാരക്ടർ ആദ്യമൊക്കെ വേണ്ടിട്ട് ഈ വലിയ അപ്പാട്ടക്കർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ക്യാരക്ടർ. 48 സപ്ലി ഉണ്ട്, അതായത് ജോലിയൊന്നുമില്ല, വല്ലവന്റെ ഔദാര്യത്തിൽ ചോദിക്കും. എന്നിട്ടൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ പട്ടേന്നൊന്ന് കൊടുക്കാനേ തോന്നുക. സോ അനുപമയുടെ ആ സമയത്തുള്ള ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല രസമാണ്. കിട്ടിലായിട്ട് തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. കയാതും മോശമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതില് മറ്റേ നമ്മുടെ പ്രദീപിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ജോർജ് മരിയനാണ്, അതായത് നമ്മുടെ കൈദിയിലെ നെപ്പോളിയൻ ആയിട്ട് ചെയ്ത ക്യാരക്ടർ ചെയ്ത ആള്. അങ്ങേര് കിഡിലനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഫാദർ സൺ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇഫ് യു ഹാവ് ടൈം ട്രൈ ഇറ്റ് ഔട്ട് എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ബേസിക്കലി പ്രദീപിന്റെ പടങ്ങളൊക്കെ ഈ സേവാങ്ങിന്റെ ബാറ്റിംഗ് പോലെ തോന്നിയിരിക്കുന്നത്, അടിച്ച 4 ഇല്ലെങ്കിൽ ഔട്ട്, അങ്ങനത്തെ ഒരു പടങ്ങളാ. സോ അൺഫോർച്ചുനേറ്റ്ലി ഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഇറങ്ങിയ പടങ്ങളൊക്കെ ഹിറ്റാണ്. സോ ഇനിയിപ്പോ ആള് ട്രാക്ക് മാറ്റോ ഇല്ലയോ നോക്കണം. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. ഇഫ് യു ഹാവ് ടൈം ട്രൈ ഇറ്റ് ഔട്ട്.